exercise 7.1 seventh question. Find the point on the x-axis which is equidistant from 2 minus 5 and minus 2 9. x-axis കൺസിഡർ ചെയ്താൽ x-axisലെ ഒരു പോയിന്റ് നിന്നും ആ പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റുകളാണ് 2 മൈനസ് 5 ആൻഡ് മൈനസ് 2 9. അപ്പോ ഒരു പോയിന്റിനെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം 2 മൈനസ് 5 ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് മൈനസ് 2 9. ഈ രണ്ട് പോയിന്റുകളും എക്സ് ആക്സിസിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അപ്പോ ഈ ഒരു പോയിന്റിനെ നമുക്ക് എ എന്നും ഇതിനെ ബി എന്നും ഇതിനെ സി എന്നും കൺസിഡർ ചെയ്താൽ എക്സ് ആക്സിസിലെ എ എന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അതായത് എ ബിയും എ സിയും ഈക്വൽ ആണ്. അത്തരത്തിലുള്ള എക്സ് ആക്സിസിലെ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താണെന്നാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ. ഇപ്പൊ എക്സ് ആക്സിസിലെ പോയിന്റ് ആയതുകൊണ്ട് എക്സ് ആക്സിസിലെ പോയിന്റിന്റെ പ്രത്യേകത അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എക്സ് കോർഡിനേറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയാകും. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിച്ചാൽ വൈ കോർഡിനേറ്റ് 0 കൂടി ചേർത്ത് എക്സ് ആക്സിസിലെ ആ എ എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ എ സിയുടെ ലെങ്ത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എ സി ഈസ് ഈക്വൽ ടു അതിനുവേണ്ടി എ വിച്ച് ഈസ് എക്സ് 0 and c is minus 2 9. ഒരെണ്ണത്തിനെ x1 y1 എന്ന് എടുക്കാം, ഒരെണ്ണം next one x2 y2. Equation root of x1 minus x2 the whole square plus y1 minus y2 the whole square is equal to root of x1 which is x minus x2 is minus 2 the whole square plus y1 is 0 minus 9 the whole square is equal to root of x minus of minus plus 2 the whole square plus minus 9 in the square 81 is equal to root of ഇത് a plus b the whole square എന്ന ഐഡന്റിറ്റിയുടെ ഫോർമുല ആണ്. അതിനെ നമുക്ക് x square plus 2 into x into 2 അപ്പോൾ 4x plus 2 in the square is 4 plus 81 is equal to root of x square plus 4x plus 4 plus 81 which is 85. AC യുടെ ലെങ്ത് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി എ ഈസ് എക്സ് 0 ആൻഡ് ബി ഈസ് 2 മൈനസ് 5 x1 y1 ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് x2 y2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫസ്റ്റ് പോയിന്റ് എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഐഡന്റിറ്റിയുടെ ഫോർമുല ആണ്. ഇതിനെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2 into x into 2 which is 4x plus 2 in the square 4 plus 5 in the square is 25 is equal to root of x square minus 4x plus 29. AB is equal to root of x square minus 4x plus 29 എന്ന് കിട്ടി. ഇനി നമുക്കറിയാം എ എന്ന പോയിന്റിൽ നിന്ന് സിയും ബിയും ഇക്വിഡിസ്റ്റന്റ് ആയതുകൊണ്ട് എ സി ഈസ് ഈക്വൽ ടു എ ബി എന്ന് എഴുതാം. ഇവിടെയുള്ള എ സിയുടെ ലെങ്തും എ ബിയുടെ ലെങ്തും റൂട്ടിനുള്ളില് വേരിയബിൾസ് വന്ന എക്സ്പ്രഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എ സിയെയും എ ബിയെയും സ്ക്വയർ ചെയ്യാം. ആ ഒരു സിറ്റുവേഷനിൽ റൂട്ട് രണ്ടും പോയി ബാക്കിയുള്ള എക്സ്പ്രഷൻസ് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 85 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 29. ലെഫ്റ്റിലും റൈറ്റിലുമുള്ള എക്സ് സ്ക്വയറിനെ ക്യാൻസൽ ചെയ്താൽ ഇവിടെയുള്ള എക്സിന്റെ ടൈം 4x, റൈറ്റ് സൈഡിലുള്ള മൈനസ് 4x ലെഫ്റ്റിൽ എത്തുമ്പോൾ പ്ലസ് 4x ആകും. ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 29, ലെഫ്റ്റിലുള്ള 85 റൈറ്റിൽ എത്തുമ്പോൾ മൈനസ് 85. 4 plus 4 which is 8x is equal to subtract ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ is minus 56. Then x is equal to minus 56 divided by 8 which is minus 7. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് മൈനസ് 7 എന്ന് കിട്ടി. അതിനർത്ഥം എ എന്ന പോയിന്റിന്റെ എക്സ് ആക്സിസിലെ എ എന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് മൈനസ് 7 ആണ്. അങ്ങനെയാണെങ്കിൽ ആ എ എന്ന പോയിന്റ് മൈനസ് 7 0 ആണ്. ഫൈനലി നമുക്ക് ആൻസർ ഇങ്ങനെ എടുത്തെഴുതാം. ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. എ മൈനസ് 7 0 ഈസ് ദ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ് which is equidistant from the points 2 minus 5 and minus 2 9. Eighth question, find the value of y.
യുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഫോർ വിച്ച് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് P2 minus 3 and Q10y is 10 unit. അപ്പോ there are 2 points P2 minus 3 and Q10y. ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നു, വിച്ച് ഈസ് 10 യൂണിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y? അപ്പൊ ഇവിടെ ഡയറക്റ്റ് നമുക്ക് പി ക്യൂന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പൊ പി ക്യൂന്റെ ലെങ്ത് പി ക്യൂ ഇസ് ഈക്വൽ ടു പി നമുക്ക് എഴുതാം 2 minus 3 and q is 10y. ഇതിനെ നമ്മൾ x1 y1 എന്ന് എഴുതുന്നു, ഇത് x2 y2 തിരിച്ചെഴുതിയാലും പ്രശ്നമില്ല. ഇക്വേഷൻ ഈസ് റൂട്ട് ഓഫ് x1 minus x2 the whole square plus y1 minus y2 the whole square is equal to x1 ന്റെ വാല്യൂ റൂട്ട് ഓഫ് x1 ന്റെ വാല്യൂ which is 10 minus x2 is 2 the whole square plus y1 is y minus y2 is minus 3 the whole square is equal to root of 10 minus 2 which is 8 in the square root plus y minus of minus plus 3 the whole square is equal to root of 64 plus a plus b the whole square ആണ് y square plus 2 into y into 3 which is 6y plus 9 is equal to root of y square plus 6y plus 64 plus 9 which is 73. ഇത് പി ക്യൂന്റെ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. പി ക്യൂന്റെ ലെങ്ത് കണ്ടുപിടിച്ച് ആൾറെഡി നമുക്ക് ആൻസർ തന്നിട്ടുണ്ട് വിച്ച് ഈസ് 10 യൂണിറ്റ്സ്. റൂട്ടിനുള്ളിൽ വേരിയബിൾ വന്നു, അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ സ്ക്വയർ ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ പി ക്യൂന്റെ സ്ക്വയർ എന്ന് എഴുതാം. ഈ റൂട്ട് അങ്ങ് മാറി y square plus 6y plus 73 is equal to റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്യണം വിച്ച് ഈസ് 10 ന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയായി മാറും y square plus 6y plus 73 is equal to 100. നെക്സ്റ്റ് സ്റ്റെപ്പില് y square plus 6y plus 73 റൈറ്റ് സൈഡിലുള്ള 100 ലെഫ്റ്റിലെത്തിയാൽ മൈനസ് 100 is equal to 0. y square plus 6y മൈനസ് ചെയ്താൽ മൈനസ് 27 is equal to 0 എന്ന് കിട്ടും, which is a quadratic equation. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ആ റൂട്ട്സ് കണ്ടുപിടിക്കാൻ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, സ്ക്വയർ കംപ്ലീഷൻ, ബി സ്ക്വയർ മൈനസ് 4ac. ഇവിടെ നമുക്ക് ഈ 6y സ്പ്ലിറ്റ് ചെയ്യാം. മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് 27 നമുക്ക് 27 into 1 എന്ന് എഴുതാം. 9 into 3 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇവിടെ 9 into 3 9ഉം 3ഉം കൂടെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 6y കിട്ടും. ഇവിടെ മൈനസ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഈ പ്ലസ് സൈൻ ഇതിൽ രണ്ടിൽ ഏതാണോ വലിയ നമ്പർ അതിന് കൊടുക്കുക. ദാറ്റ് മീൻസ് പ്ലസ് 9 ആൻഡ് മൈനസ് വാല്യൂ 3ക്ക് കൊടുക്കുക മൈനസ് 3. ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. y സ്ക്വയർ പ്ലസ് 9y മൈനസ് 3y മൈനസ് 27 is equal to 0. ഈ രണ്ട് ടേമുകൾ കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഫൈനൽ റിസൾട്ട് 6y എന്ന് കിട്ടും, വിച്ച് ഈസ് കറക്റ്റ്. ഈ രണ്ട് ടേമിൽ നിന്ന് y കോമൺ ആയിട്ട് എഴുതിയാൽ y ഇൻറ്റു ലെഫ്റ്റ് വിത്ത് y പ്ലസ് 9 ആൻഡ് ഇവിടെ മൈനസ് കോമൺ ആയിട്ട് എടുക്കുന്നു ആൻഡ് 3. അപ്പോ ലെഫ്റ്റ് വിത്ത് y പ്ലസ് 9 is equal to 0. ബ്രാക്കറ്റ് മാറ്റി നോക്കാം. 3 into y is 3y minus 3 into plus 9 which is minus 27 which is correct. ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള y plus 9 കോമൺ ആയിട്ട് എടുത്താൽ y plus 9 into ലെഫ്റ്റ് വിത്ത് ഇവിടെ y, ഇവിടെ ലെഫ്റ്റ് വിത്ത് minus 3 is equal to 0. അപ്പോ രണ്ട് സീറോസ് ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിനുള്ളത്. ആ രണ്ട് സീറോസ് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് y plus 9 is equal to 0. അവിടെ നിന്ന് നമുക്ക് y യുടെ വാല്യൂ എഴുതാം which is minus 10. And the second root അല്ലെങ്കിൽ second zero is minus y minus 3 is equal to 0. Then y is equal to 3. അപ്പോ yക്ക് നമുക്ക് രണ്ട് വാല്യൂസ് ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെ y യുടെ വാല്യൂസ് ചോദിച്ചിരിക്കുന്നു. That means y is equal to minus 9 or 3. Ninth question. If Q01 is equidistant from P5 minus 3 and Rx6, find the value of x and also find the distance QR and PR. അപ്പോ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു റഫ് ഫിഗർ വരച്ചു നോക്കുക. There is a point Q01. Q എന്ന ഒരു പോയിന്റ് 01 ആണ്. സെക്കൻഡ് പോയിന്റ് P and തേർഡ് പോയിന്റ് R. These two points are equidistant from the point Q. Pയും Rഉം ക്യൂവിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള രണ്ട് പോയിന്റുകളാണ്. അപ്പോ ക്യൂവിന്റെയും പിയുടെയും ആറിന്റെയും കറക്റ്റ് പൊസിഷൻ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കൊരു ഐഡിയ കിട്ടിയാൽ മതി. ഇവിടെ ഞാൻ പി എഴുതുന്നു വിച്ച് ഈസ് 5 minus 3.
കാർട്ടീഷ്യൻ പ്ലെയിനിൽ ചിലപ്പോൾ മാർക്ക് ചെയ്താൽ കറക്റ്റ് പ്ലേസ് ഒന്നും ആയിരിക്കില്ല. നമുക്കിവിടെ ഒരു റഫ് ഫിഗറിൽ നിന്ന് ഐഡിയ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ആറിനെ എഴുതുന്നു വിച്ച് ഈസ് x6. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള ലെങ്തും ക്യൂവിൽ നിന്ന് ആറിലേക്കുള്ള ലെങ്തും ഈക്വൽ ആണ്. ബിക്കോസ് ക്യൂ ഈസ് ദ പോയിന്റ് വിച്ച് ഈസ് ഇക്വി ഡിസ്റ്റന്റ് ഫ്രം പി ആൻഡ് ആർ. അങ്ങനെയാണെങ്കിൽ പി ക്യൂവിന്റെ ലെങ്ത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. പി ക്യൂ, അതിനുവേണ്ടി പി എഴുതുന്നു 5 - 3 and q is 0 1. ഒരു പോയിന്റിനെ x1 y1 എന്ന് എഴുതാം. another point is x2 y2. then equation is root of x1 minus x2 the whole square plus y1 minus y2 the whole square. Substituting the values, root of x1 is 5 minus 0 the whole square plus y1 is minus 3 minus y2 is 1 the whole square is equal to root of 5 square is 25 plus minus 3 minus 1 which is minus 4 the whole square is equal to root of 25 plus 4 in the square is 16. Then PQ is equal to add ചെയ്യുന്നു which is 41 root 41. അപ്പൊ നമുക്ക് PQ ന്റെ ലെങ്ത് കിട്ടി which is root 41. അങ്ങനെയാണെങ്കിൽ QR ന്റെ ലെങ്തും റൂട്ട് 41 തന്നെ ആയിരിക്കും. ബിക്കോസ് ദീസ് ടു പോയിന്റ്സ് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ പോയിന്റ് Q. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് QR ന്റെ ലെങ്ത് ഒന്ന് കണ്ടുപിടിക്കാം. QR ന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി Q ഒന്ന് എഴുതാം which is 0 1 and R is x6. ഒരു പോയിന്റിനെ x1 y1 എന്ന് എഴുതാം. നെക്സ്റ്റ് പോയിന്റ് is x2 y2. റൂട്ട് ഓഫ് x1 which is x minus 0 the whole square plus 6 minus 1 the whole square is equal to root of x minus 0 is x, then x raised to 2 which is x square plus 6 minus 1 which is 5 in the square is 25. അപ്പൊ നമുക്ക് QR ന്റെ വാല്യൂ കിട്ടി which is x square plus 25. ഇവിടെ QR ന്റെ വാല്യൂ ആക്ച്വലി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു which is equal to PQ which is root 41. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാല്യൂസിനെ എഴുതാം. ഇവിടെ ഈ എല്ലാ വാല്യൂസും റൂട്ടിനുള്ളിൽ ആയതുകൊണ്ട് നമുക്ക് QR നെ ഒന്ന് സ്ക്വയർ ചെയ്യാം. QR ന്റെ സ്ക്വയർ is equal to, അപ്പൊ ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് അങ്ങ് പോകും. then x square plus 25 is equal to root 41 സ്ക്വയർ ചെയ്താൽ 41 എന്ന ആൻസർ ആകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് x സ്ക്വയർ മാത്രം മതി. 41 25 റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ -25 ആകും which is equal to 16. x square is equal to 16. then x is equal to root of 16 which is equal to plus or minus 4. അപ്പൊ x ന് രണ്ട് വാല്യൂസ് ആണ്, ഒരു പ്ലസ് വാല്യൂ ഒരു മൈനസ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വാല്യൂസിനെ യൂസ് ചെയ്തുകൊണ്ട് r ന്റെ കോർഡിനേറ്റ്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. r നെ പ്ലസ് വാല്യൂ ചേർത്ത് എഴുതിയാൽ 4 6 എന്ന് എഴുതാം. മൈനസ് വാല്യൂ ചേർത്ത് എഴുതിയാൽ -4 6 എന്ന് എഴുതാം. ഈ രണ്ട് വാല്യൂസ് ഉപയോഗിച്ച് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് QR ന്റെയും PR ന്റെയും ആക്ച്വൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. R എന്ന പോയിന്റിന്റെ ഈ രണ്ട് വാല്യൂസ് ഉപയോഗിച്ച് QR ന്റെയും PR ന്റെയും ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് QR ന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടി റൂട്ട് 41. ഇനി ഇവിടെ ഇതിൽ ഏത് വാല്യൂസ് യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചാലും QR ന്റെ വാല്യൂ റൂട്ട് 41 എന്ന് തന്നെ കിട്ടും. അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റിൽ നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. QR is equal to, അതിനുവേണ്ടി Q എന്ന പോയിന്റ് 0 1 ആൻഡ് അപ്പൊ ഇവിടെ x ന്റെ രണ്ട് വാല്യൂസ് നമുക്ക് എഴുതാം 4 6 ആൻഡ് -4 6. ഒരെണ്ണം x1 y1 എന്ന് എഴുതുന്നു, ഒരെണ്ണം x2 y2. റൂട്ട് ഓഫ് ഇക്വേഷൻ നമുക്കറിയാം x1 minus x2 the whole square. അപ്പൊ x1 is 0 മൈനസ് ഇവിടെ നമ്മൾ 4 മാത്രം എഴുതിയാലും -4 എഴുതിയാലും 0യിൽ നിന്ന് മൈനസ് ചെയ്യുകയാണ്. അത് മൈനസ് ഓഫ് മൈനസ് വന്നാലും സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസിന്റെ സ്ക്വയർ അത് പ്ലസ് ആയി മാറും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പ്ലസ് 1 minus 6 the whole square is equal to root of 4 in the square is 16 plus 1 minus 6 which is 5 in the square which is equal to root 41. നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ തന്നെ കിട്ടും. അപ്പൊ ഇവിടെ പ്ലസ് വാല്യൂ ആയാലും മൈനസ് വാല്യൂ ആയാലും സ്ക്വയർ ചെയ്യുമ്പോൾ അത് പ്ലസ് ആയി മാറും. അതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും ആൻസർ റൂട്ട് 41 തന്നെയാണ്. എന്നാൽ നമുക്ക് PR ലേക്ക് പോകാം. PR is equal to, PR കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ആദ്യം ഈ വാല്യൂ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അപ്പൊ P 5 minus 3 and R 4 6 പ്ലസ് വാല്യൂവിൽ കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് ഒരു പോയിന്റ് x1 y1, നെക്സ്റ്റ് പോയിന്റ് is x2 y2. then 5 minus 4 the whole square plus -3 minus 6 the whole square is equal to root of 5 minus 4 1 ആണ്. 1 in the square is 1 plus -3 minus 6 which is -9 the whole square is equal to root of 1 plus 81 which is root 82. PR ന്റെ ഒരു വാല്യൂ when the value of x is positive.
അടുത്ത വാല്യൂ കണ്ടുപിടിക്കാം. പി ആർ ഇസ് ഈക്വൽ ടു പി എഴുതുന്നു 5 മൈനസ് 3 ആൻഡ് ആർ ഈസ് മൈനസ് 4 6. ഒരു വാല്യൂ x1 y1, നെക്സ്റ്റ് വൺ ഈസ് x2 y2. Root of x1 is 5 minus 4 the whole square plus minus 3 minus 6 the whole square is equal to root of 5 plus 4 the whole square plus 2 minus ആണ് minus 9 the whole square is equal to 9 ആണ് ഇവിടെയും 9 ആണ്. അപ്പോൾ root of 81 plus 81 which is equal to root of 162. 162 നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 2 81 9 9. ഇവിടെ 2 9 ആണുള്ളത്. അതിൽ നിന്ന് ഒരു 9 കോമൺ ആയിട്ട് എഴുതിയാൽ 9 റൂട്ട് 2 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ പി ആറിന്റെ 2 ലെങ്ത്, ഈ ഒരു പി ആർ എന്ന് പറയുന്നത് ഒരു തവണ പ്ലസ് വാല്യൂ ആണെങ്കിൽ റൂട്ട് 82 ആണ്, മൈനസ് വാല്യൂ ആണെങ്കിൽ 9 റൂട്ട് 2. ഈ 2 ഡിഫറന്റ് വാല്യൂസ് ആണ് പി ആറിന് നമുക്ക് കിട്ടിയത്. അപ്പൊ ഫൈനൽ സ്റ്റെപ്പിൽ എഴുതാം. therefore പി ആർ ഈസ് ഈക്വൽ ടു root 82 or 9 root 2. 10th question. Find the relation between x and y such that the point xy is equidistant from the point 36 and minus 34. അപ്പോ xy എന്ന ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലുള്ള 2 പോയിന്റ് ആണ് 36 and minus 34. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അപ്പോ ഈ പോയിന്റിനെ നമുക്ക് എ, ഇതിനെ ബി, ഇതിനെ സി എന്ന് എഴുതിയാൽ എ ബിയുടെയും എ സിയുടെയും ലെങ്ത് ഈക്വൽ ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇക്വി ഡിസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. എ ബി, എ ഈസ് എക്സ് വൈ ആൻഡ് ബി ഈസ് 3 6. അപ്പോ ഇതിനെ നമുക്ക് x1 y1 എന്ന് എഴുതാം. ഇതിനെ x2 y2 is equal to root of equation is x1 minus x2 the whole square plus y1 minus y2 the whole square is equal to root of x1 is x minus x2 is 3 the whole square plus y1 is y minus 6 the whole square is equal to a minus b the whole square ആണ്. by x square minus 6x plus 9 plus y square minus 12y plus 36. എ ബിയുടെ ലെങ്ത് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് അടുത്തതില് എ സിയുടെ ലെങ്ത് കണ്ടുപിടിക്കാം. AC is equal to, അതിനുവേണ്ടി A is xy and C is minus 3 4. ഇതിനെ നമുക്ക് x1 y1 എന്നും ഇതിനെ x2 y2 എന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 the whole square plus y minus 4 the whole square. സിംപ്ലിഫൈ ചെയ്യുന്നു. ഇവിടെ x plus 3 the whole square എന്നായി മാറും. റൂട്ട് ഓഫ് പ്ലസ് y minus 4 a minus b the whole square എന്ന ഫോമിലാണ്. y square minus 8y plus 16 is equal to root of, സിംപ്ലിഫൈ ചെയ്യുന്നു, x square plus 6x plus 9 plus y square minus 8y plus 16. ഇത് എ സിയുടെ ലെങ്ത് ആണ് നമുക്ക് കിട്ടിയത്. അപ്പോ എ ബിയുടെയും എ സിയുടെയും ലെങ്ത് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 വാല്യൂസ്, എ ബിയുടെ വാല്യൂവും എ സിയുടെ വാല്യൂവും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എ ബി ഇസ് ഈക്വൽ ടു എ സി. എ ബിയുടെയും എ സിയുടെയും വാല്യൂ കൺസിഡർ ചെയ്താൽ രണ്ടും റൂട്ടിനുള്ളിൽ വേരിയബിൾ വരുന്ന ഒരു എക്സ്പ്രഷൻ ആണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ എ ബിയെയും എ സിയെയും സ്ക്വയർ ചെയ്യാം. അപ്പോൾ എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള റൂട്ടിനെ അവോയ്ഡ് ചെയ്ത് നമുക്ക് ഫർദർ സ്റ്റെപ്പ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ x square minus 6x plus 9 plus y square minus 12y plus 36 is equal to, ഇവിടെയുള്ള x square plus 6x plus 9 plus y square minus 8y plus 16 എന്ന് എഴുതാം. ഇനി ഇവിടെ ഈക്വൽ സൈൻ ലെഫ്റ്റ് സൈഡിലെ x square റൈറ്റ് സൈഡിലെ x square രണ്ടും ക്യാൻസൽ ചെയ്യാം. y സ്ക്വയറും y സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. ലെഫ്റ്റ് ഓവർ ടേംസ് നമുക്ക് എഴുതാം. മൈനസ് 6x റൈറ്റ് സൈഡിലുള്ള പ്ലസ് 6x ലെഫ്റ്റിലെത്തുമ്പോൾ മൈനസ് 6x ആവും. ഇവിടെയുള്ള വൈയുടെ ടൈം മൈനസ് 12y, റൈറ്റ് സൈഡിലുള്ള മൈനസ് 8y ലെഫ്റ്റിലെത്തുമ്പോൾ പ്ലസ് 8y ആകും. ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള നമ്പർ 9 പ്ലസ് 16 വിച്ച് ഈസ് 25, ലെഫ്റ്റിലുള്ള 9 പ്ലസ് 36 വിച്ച് ഈസ് 45, റൈറ്റ് സൈഡിലെത്തുമ്പോൾ മൈനസ് 45 ആയി മാറും. ഇനി ഇവിടെ ഇത് രണ്ടും നെഗറ്റീവ് നമ്പറുകളാണ്. അപ്പൊ മൈനസ് 12x പോസിറ്റീവും നെഗറ്റീവുമാണ്. ആഡ് ചെയ്യുമ്പോൾ മൈനസ് 4y ഈസ് ഈക്വൽ ടു, സബ്ട്രാക്ട് ചെയ്യുന്നു, മൈനസ് 20 എന്ന ആൻസർ കിട്ടും.
എല്ലാ ടേമുകളും മൈനസ് ആണ്. ആ മൈനസിനെ ഒഴിവാക്കാൻ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതർവൈസ് എല്ലാ ടേമിന്റെയും സൈൻ ഓപ്പോസിറ്റ് എഴുതുക. അപ്പൊ നമുക്ക് 12x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 20 എന്ന് എഴുതാം. ഇനി ഈ ടേമുകളിലെല്ലാം 4 എന്ന ഒരു നമ്പർ കോമൺ ആണ്. അപ്പൊ എല്ലാ നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡിങ് ബൈ 4. ഫൈനലി നമുക്ക് ഇങ്ങനെ എഴുതാം 3x പ്ലസ് y ഈസ് ഈക്വൽ ടു 20 ബൈ 4 വിച്ച് ഈസ് 5. അപ്പോ ഇതിനെ ഇങ്ങനെ വേണമെങ്കിലും എഴുതാം 3x പ്ലസ് y മൈനസ് 5 ഇസ് ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിലും എഴുതാം. ഇത് രണ്ടും കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഇതാണ് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ നമുക്ക് ഫൈനൽ സ്റ്റെപ്പിൽ എഴുതി വെക്കാം ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് 3x പ്ലസ് y ഇസ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ 3x പ്ലസ് y മൈനസ് 5 ഇസ് ഈക്വൽ ടു 0. ക്വസ്റ്റ്യൻ ബോർഡിൽ കണ്ടതിന് ശേഷം വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക, സ്വന്തമായി ചെയ്തു നോക്കുക. പിന്നീടുള്ള ആൻസർ നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഫർദർ വീഡിയോ കാണുക. കണ്ടിന്യൂസ് ഫുള്ള് ക്ലാസ് കണ്ട് തീർത്തതിന് ശേഷം ചെയ്തു നോക്കുന്ന ഒരു രീതി ശരിയല്ല. ഓരോ ക്വസ്റ്റ്യനും സ്വന്തമായി ചെയ്ത് നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് അത് ശരിയായതിനു ശേഷം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. ആ ഒരു രീതിയിൽ പഠിച്ചാൽ അത് നന്നായി മനസ്സിലാക്കുകയും പിന്നീട് അത് ഓർത്തിരിക്കുകയും ചെയ്യും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമന്റും ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. മറ്റുള്ള സ്റ്റുഡൻസിലേക്ക് കൂടി എത്തത്തക്ക വിധം മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക.